ചിക്കൻ ഞാൻ കൊണ്ടായിരുന്നു. ചിക്കൻ ഞാനിപ്പോൾ 100 രൂപയ്ക്ക് സാർ എന്നെ ഒരു കാര്യം ഏൽപ്പിച്ച് ഒരു 50 രൂപയ്ക്ക് തരും, അല്ലെ എൻ്റെ തല വെട്ടി ഞാൻ വയ്ക്കും. അതൊന്നും ഇമ്പ്രൂവ് ചെയ്യാം. ഓക്കെ. പിന്നെ അപ്പം ഞാൻ അവിടെ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ വന്നിട്ട് സംസാരിക്കും. കാരണം അറിയാലോ, ഒരു മയത്തിലൊക്കെ നിന്നാലേ ആ പരിപാടികളൊക്കെ നടക്കുള്ളൂ. അപ്പോൾ നോക്ക്, നിങ്ങൾ സംസാരിക്കുക. പ്രതീക്ഷ നിങ്ങൾ എന്താണ് എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ അതുപോലെ ആയിരിക്കും കാര്യങ്ങൾ. അത് നിങ്ങൾ തന്നെ സംസാരിച്ചിട്ട് സെറ്റാക്കാം. ഓക്കെ, ഈ കുറച്ച് പണിയുണ്ട്, തിരക്കാണ് കേട്ടോ. ഓക്കെ. അല്ല അതെ, സംഭവം എന്താണെന്ന് വെച്ചാൽ മറ്റേ പുള്ളി വന്നിട്ടുണ്ട്, ആ പ്രൊഡക്ഷൻ മാനേജറായിട്ട്. ഒരാൾക്ക് മനുഷ്യനാണെന്ന് നമുക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാൻ പറ്റിയ അത് ഭയങ്കര ഒരു കാര്യമായിരിക്കും. പോയി എന്തെങ്കിലും ചെയ്തൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞേക്കും. ഞാൻ ഓൾറെഡി ഒരാളോട് പറഞ്ഞു പോയി കേസല്ലേ, ഇത് നടപടിയാണ് കേസല്ല. നീ എൻ്റെ അടുത്തൊന്നും തോന്നരുത്. നീ എന്തെങ്കിലും ചെയ്യും. നീ എന്തെങ്കിലും ചെയ്യും. ഞാൻ നോക്കട്ടെ. ഒന്ന് പിടിച്ചോണ്ട് ബൈസെപ്സ് ഒന്ന് പിടിച്ചോണ്ട് പൊളിയാണ്. നമുക്ക് ഈ ഫാറ്റ് ലെവലൊന്ന് കുറച്ചിട്ട് മസിൽ കണ്ടന്റ് ഒന്ന് കൂട്ടണം. ഫുള്ളൊരു അത്ലറ്റിക് ഫിഗർ വേണം, അപ്പോഴല്ലേ കാണാൻ രസമുള്ളൂ. ഓക്കെ, അപ്പം ഇപ്പം രസമില്ല. ഇപ്പം രസമുണ്ട്, പക്ഷെ കുറച്ചുകൂടി അത്ലറ്റിക് ഫിഗർ ആണ്. ഫാറ്റ് ലെവൽ ഒന്ന് കുറയ്ക്കണം. പേടിക്കണ്ട, ഞാനവിടെ 1 മാസം ഉണ്ടല്ലോ. ഡെയിലി ഒരു 1 മണിക്കൂർ എൻ്റെ കൂടി ചെയ്താൽ ഒരുപാട് സെലിബ്രിറ്റീസ് ഞാൻ ചെയ്യുന്നുണ്ട്. എന്റെ ലൈവ് ബ്രോ കൂടിക്കോ. ഉറപ്പായിട്ടും ഞാൻ ഇപ്പൊ നമ്മളെ അത് നമുക്ക് കൂട്ടാൻ ബ്രോ. ഓക്കെ, ഒരു ചെറുതായിട്ട് ഫാറ്റ് കണ്ടന്റേ എനിക്കും തോന്നുന്നു എല്ലാം സെറ്റായി. എല്ലാവരും വലിയ വലിയ ആൾക്കാരാണ്. സാറേ, ഞാനൊരു പരസ്യം കണ്ടായിരുന്നു. പുതിയൊരു സിനിമ കമ്പനി തുടങ്ങുന്നത്. പ്രൊഡക്ഷൻ സൈഡിൽ ഒരാൾ എന്താണ് എന്നോട് ആവശ്യമാണ്. ഫുഡിന്റെ ആണോ കേട്ടോ? അല്ല, പ്രൊഡക്ഷൻ മാനേജറായിട്ട്. പൈസ പറഞ്ഞായിരുന്നു, എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പൈസ. പക്ഷേ പൈസ സാറ് വിളിച്ചു, ഞാൻ കണ്ടത് പൈസ സാർ. ഞങ്ങൾ ആക്ച്വലി ഒരു ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ചേട്ടനെ വിളിക്കാം. ഞാൻ വിളിച്ചു. ഒരു പേഴ്സണൽ കാര്യം പറയാൻ. അപ്പം ഞാൻ ഇടുക്കിന്ന് വരികയാണ്. അവിടുത്തെ വലിയ വലിയ ഏലം എസ്റ്റേറ്റുകളൊക്കെ നമ്മൾ ഒരുപാട് അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ മുതലാളിമാരൊക്കെ ആ നിലയിലെത്തി എൻ്റെ ഒരു ഹെൽപ്പ് കൂടിയാണ്. ഓക്കെ. അപ്പോൾ സാറിന് ഞാനിപ്പോൾ 100 രൂപയ്ക്ക് സാർ എന്നെ ഒരു കാര്യം ഏൽപ്പിച്ച് ഒരു 50 രൂപയ്ക്ക് തരും, അല്ലെ എൻ്റെ തല വെട്ടി ഞാൻ വയ്ക്കും. അല്ല, അത് എൻ്റെ ഒരു ശൈലി. സോറി കേട്ടോ, വിവരം കേട്ടന്മാരെ. അതുകൊണ്ടാണ് കണ്ടപ്പോഴും തോന്നി. ചേട്ടൻ്റെ കോൺഫിഡൻസ് ഒക്കെ കൊള്ളാം, ഇഷ്ടപ്പെട്ട്. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിതാ ഒരു പുതിയൊരു തുടക്കമാണ് നമ്മുടെ ഒരു പരിപാടിയുടെ. അത് മുന്നോട്ട് പോകാനായിട്ടുള്ളൊരു ആഗ്രഹമാണ്. ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ വേറെ പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഞാനൊന്ന് നോക്കട്ടെ, ഞാൻ വിളിക്കാം. ശ്രമിക്കണം, കാരണം ഞാൻ ഒരുപാട് ആഗ്രഹമായിട്ട് വന്നേ. 10% പ്രോഫിറ്റ് ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് കഴിയും. എന്തിയാണോ അത് നോക്കട്ടെ, തമാശ പറഞ്ഞല്ലേ. കാരണം ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ചേട്ടനെ വിളിക്കാം. ചേട്ടൻ്റെ നമ്പർ ഒന്ന് കൊടുത്താൽ മതി. സാറിനെ ഞാൻ വിളിച്ചായിരുന്നു. ഇപ്പോൾ സാറ് കണ്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ മതി. ഒരു കുഴപ്പമില്ല കേട്ടോ, ഞാൻ വിളിച്ചോളാം കേട്ടോ. ശരി പോട്ടെ. കമ്പനി ഇല്ലാവോ? പഠിക്കണേ. താങ്ക് യു.
ബെസ്റ്റ് ക്ലൈമറ്റ് അല്ലേ, നല്ല സ്ഥലം, അടിപൊളി ലൊക്കേഷൻ. എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിരപ്പലയിൽ ഇങ്ങനെ ഒരു വില്ല, പേരെന്താ പറഞ്ഞ? റോക്സ് വില്ല. എന്ത് റോക്സ് ആയാലും ഹെവി ചിക്കൻ കൊണ്ടുവരുന്നത്. ചിക്കൻ ഏത് ചിക്കൻ? ചിക്കൻ എനിക്ക് ചിക്കൻ ഓർമ്മ ചിക്കാവൂലോ കൊണ്ടുവരാൻ. ചിക്കായിട്ടൊന്നും കൊണ്ടുവരണ്ട. അതെ കണ്ണിയാണ്ട് പുള്ളിങ്ങോ സാധനങ്ങളൊന്നും കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കില്ല. കുറച്ച് കഴിയുമ്പോൾ എനിക്ക് എൻ്റെ മന്ദാനം കൊണ്ട് വരാനുള്ളത്. ഭാവിയിൽ ഞാൻ സൂപ്പർ സ്റ്റാർ ആവുമല്ലോ. അപ്പൊ എൻ്റെ രശ്മിക മന്ദാന ഞാൻ അതൊക്കെ കൊണ്ടുപോകണം. ഭയങ്കര ഭയങ്കര ഭീകര ഡിസ്കഷനിലുള്ള രണ്ട് കൃതികളും കൂടി നിങ്ങൾ ഡിസ്കഷൻ നടക്കട്ടെ കേട്ടോ. അത് കഴിയുമ്പോൾ നേരെ വീട്ടിൽ പോയിക്കോട്ടോ. ഞാൻ കണ്ടടാ നിന്റെ പുള്ളിങ്ങ പരിപാടികൾ. സാറോട് ഒരു കാര്യം പറയണ്ട്. സാറ് കാണുന്നത് എന്താ സംഭവം? എന്താ സംഭവം? ബാക്ക് സ്റ്റോറി ആവും. ഞാൻ ടിക്ടോക്കിൽ ഭയങ്കര റേഞ്ച് ആയിരുന്നു. 4-5 മില്യൺ ഫോളോവേഴ്സും അങ്ങനെ ടിക്ടോക്ക് ബാൻ ചെയ്തപ്പോൾ എൻ്റെ ആഫീസ് കൂട്ടി. പക്ഷെ റീൽസിനെതിരായിരുന്നു കേട്ടോ ഞാൻ. പക്ഷെ എൻ്റെ അവിടെ ഉള്ള എല്ലാ തെണ്ടികളും റീൽസ് ചെയ്ത് ഭയങ്കര മില്യൺ അടിച്ചു പോയി. അപ്പം ഞാൻ ആയതിനാൽ എനിക്കൊരു ചാൻസ് ഈ സിനിമയിൽ വന്നതേ. നോക്കാം ചാൻസ് ഉണ്ട്. പൈസ പറഞ്ഞത് പൈസ സെറ്റാക്കി തരും. പക്ഷെ ഞാനോട് പറഞ്ഞു ഇവരെന്താ പറഞ്ഞത്? സാറിനോട് ഇനിയോടാ ഇവര് അങ്ങനെ ചാൻസ് കൊടുത്താൽ ഇവിടെ ചാടിച്ചാവും. അത് കാണുന്നൊരു പരിധി കൊടുക്കരുത് 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 കൊടുക്കരുത്. നിനക്ക് ചാൻസ് അതെന്താ? ഞാൻ ആരെയും പോയി കെട്ടാൻ നോക്കാം. ബോഡിയില്ലേ ഫുൾ സൂപ്പർ ഫിറ്റ് ആണ്. ഒരു ചെറിയൊരു കാര്യം മാത്രമേ പറയുള്ളൂ, ഈ ലോവർ ചെസ്റ്റ് അതൊന്ന് ഇമ്പ്രൂവ് ചെയ്യണം. അത് മാത്രം ചെയ്താൽ മതി. അപ്പൊ ഞാൻ ഇവിടെ ഉണ്ടല്ലോ, ഒരു മാസം അല്ല ബ്രോ. ഇവന്മാർ കുറച്ച് ക്രിയേറ്റിവിറ്റി കൂടി പോയത് എന്റെ തെറ്റണോ? നമ്മുടെ ക്രിയേറ്റിവിറ്റി എല്ലാം കൂടി അടുപ്പിൽ വെച്ച് വലിയൊരു കത്തിക്കും. എനിക്കറിയാം ഇവരെ കുഴിയിൽ നിന്ന് അവസാനം പടത്തിലെ ഡയറക്ടർ ഉണ്ടാവും.